blessing today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ കാഴ്ചവെക്കാനായി പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് 4 വ്യക്തികൾ കൂടെ ചേർന്നിട്ടാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് അവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വെസ്റ്റ് മുംബൈയിൽ മലാഡിൽ നിന്നുള്ള ബിജി പീറ്ററിന് വേണ്ടിയിട്ട്, അതുപോലെ തൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബിജി പീറ്ററിനെയും തൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ മകൻ ജസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. 10th ബോർഡ് എക്സാം ഏറ്റവും നല്ലൊരു വിജയം കർത്താവെ നൽകണമേ. ആ മുഴു കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുണ്ടാകട്ടെ, എല്ലാ രോഗങ്ങളിൽ നിന്നും അവർക്ക് സൗഖ്യമുണ്ടാകട്ടെ കർത്താവെ. രണ്ടാമത്തെ സ്പോൺസർ ജിഷ ഷാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വടുതലയിൽ നിന്നുള്ള ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ ഭർത്താവിൻ്റെ കർത്താവെ മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവർക്ക് രണ്ടാമതായി കർത്താവെ ഒരു ആൺകുഞ്ഞിനെ കൂടെ നൽകി അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ മൂന്നാമത്തെ സ്പോൺസറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐസക് മാത്യു ഫ്രം ഗുജറാത്ത്. കർത്താവെ, ആ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. തൻ്റെ ഡയബറ്റീസിൽ നിന്നും അതുപോലെ തന്നെ തൻ്റെ BP നിന്നും പൂർണ്ണമായ വിടുതൽ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒരു നല്ല കുഞ്ഞിനെ കർത്താവെ നീ അവർക്ക് ദാനമായി കൊടുക്കണമേ. ഈ വർഷം അങ്ങയുടെ അത്ഭുതം തന്നെ അവർ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത നാലാമത്തെ സ്പോൺസറിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. യൂട്രസിൻ്റെ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ അവർക്കുണ്ടാകട്ടെ. തൻ്റെ ഭർത്താവിൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. തൻ്റെ മകൾക്ക് കർത്താവെ ഫാമിലി വിസ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 4 വ്യക്തികളെയും അവരുടെ കുടുംബത്തെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. അമ്മയുടെ പേര് അച്ചാമ്മ ഡേവിഡ് എന്നാണ്. ഈ അമ്മയ്ക്ക് കഴിഞ്ഞ 3 വർഷത്തിന് മുൻപ് ശക്തമായ നടുവിന് വേദനയുണ്ടായിരുന്നു. ഈ അമ്മ പറയുന്നത് കസേരയിൽ ഇരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഒത്തിരി സമയം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഒരു താങ്ങു കൊടുക്കണം. അതുകൊണ്ട് പിടിയുള്ള കസേരയിലേ ഇരിക്കുകയുള്ളൂ. ഈ 2 ഭാഗത്തും കൈ കുത്തി പിടിച്ച് പൊങ്ങി അങ്ങനെ വരികയുള്ളായിരുന്നു. നടക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് ഈ അമ്മയ്ക്കുണ്ടായിരുന്നു. അധിക സമയം എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കൊച്ചു കൊച്ചു ജോലികളെല്ലാം വീട്ടിൽ ചെയ്യാനുള്ളതുകൊണ്ട് അതിനെല്ലാത്തിനും വളരെ ബുദ്ധിമുട്ട് ഈ അമ്മ അനുഭവിച്ചിരുന്നു. അങ്ങനെ വേദന കലശമായിട്ട് വളരെ കൂടുതലായി കഴിഞ്ഞ സമയത്താണ് ഈ അമ്മ ചിന്തിച്ചു ഇനിയിപ്പോൾ ഡോക്ടറെ പോയി ഒന്ന് കാണിക്കാം എന്ന് കരുതി. അങ്ങനെ ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്നു. ഡോക്ടറിൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യം ഹോമിയോപ്പതിയിലാണ് പോയത്. ഹോമിയോ മരുന്ന് കഴിച്ചു. ഹോമിയോപ്പതി എടുത്തെങ്കിലും അതിനകത്തൊരു വ്യത്യാസം വന്നില്ല. പിന്നീട് അലോപ്പതി മരുന്നിന് വേണ്ടി പോയി. ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു നോക്കി. എന്നിട്ടും വ്യത്യാസമൊന്നും വന്നില്ല. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, ഒരു അലോപ്പതി ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങളുടെ ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നട്ടെല്ലിൻ്റെ ഈ തകരാറ് എന്താണ് എന്നുള്ളത് സ്കാൻ ചെയ്ത് നോക്കി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്കാനിൽ അവരുടെ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിലായിട്ടുള്ള ഭാഗം വളഞ്ഞിരിക്കുകയാണ് എന്ന് സ്കാനിൽ കണ്ടെത്തി. ആൻഡ് അമ്മ പറഞ്ഞത് 3x4 എന്നോ മറ്റുള്ള ഒരു കണക്കിലാണ്, അത്രയും രീതിയിലാണ് അത് വളഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് ഇങ്ങനെ വളയാൻ കാരണം വളരെ ശക്തമായ ഗുരുതരമായ സ്പോണ്ടിലൈറ്റിസിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട്, വർഷങ്ങളായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഈ നട്ടെല്ല് വളഞ്ഞു പോയിരിക്കുന്നതാണ്. അതുകൊണ്ട് ശക്തമായ വേദന നിങ്ങൾക്കുണ്ടായിരിക്കും. ഈ പെയിൻ കില്ലേഴ്സ് ഒക്കെ കഴിക്കുക മാത്രമേ ഉള്ളൂ പ്രതിവിധി എന്നുള്ളത്.
കൂടാതെ എല്ലായ്പ്പോഴും നിങ്ങളൊരു ബെൽറ്റ് ധരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബെൽറ്റും കൊടുത്താണ് വിട്ടത്. അങ്ങനെ ഈ അമ്മ ഏതാണ്ട് 3-4 മാസത്തോളം ഈ ബെൽറ്റ് ധരിച്ച് നടക്കുമായിരുന്നു. ഈ അമ്മ പറയുന്നത് ഈ സാരിയുടെ കൂടി ഈ ബെൽറ്റൊക്കെ ഇട്ടിട്ട് വെളിയിലൊക്കെ പോവാന്ന് പറഞ്ഞാൽ വലിയൊരു നാണക്കേടാണ്. ഇങ്ങനെ തള്ളി നിൽക്കും, അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കും. അതുകൊണ്ട് പലപ്പോഴും വെളിയിലൊക്കെ പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. ബെൽറ്റ് പലപ്പോഴും വെളിയിൽ പോകുമ്പോൾ ധരിക്കുകയുമില്ലായിരുന്നു. ഈ വേദന സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ അമ്മ പറയുന്നത് എല്ലാ ദിവസവും എൻ്റെ ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ജോലി തുടങ്ങുകയുള്ളൂ. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കണ്ട് അതിലെ പ്രാർത്ഥനകൾ അറ്റൻഡ് ചെയ്യാതെ എൻ്റെ ദൈനംദിന ജോലികൾ, വീട്ടിലെ കാര്യങ്ങൾ ഞാൻ തുടങ്ങാറില്ല. അതുപോലെ പതിവ് പോലെ കഴിഞ്ഞ വർഷത്തിൽ ഈ അമ്മ ഇതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമിന് വേണ്ടി രാവിലെ 7 മണിക്ക് ഇരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2013 ജൂലൈ മാസത്തിൽ ഒരു ദിവസം ബ്രദർ ഡാമിയൻ ഇങ്ങനെ ടിവിയിൽ അനൗൺസ് ചെയ്തു, സ്പോണ്ടിലൈറ്റിസ് മുഖാന്തരമായിട്ട് ബാക്ക് പെയിൻ ഉള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ അമ്മയ്ക്ക് തോന്നി ഇത് എൻ്റെ പ്രശ്നമാണല്ലോ, പക്ഷെ അപ്പോഴും വേദനയുണ്ട്, ഇതെൻ്റെ പ്രശ്നമാണല്ലോ എന്ന് കരുതി. അപ്പോൾ അമ്മ ചിന്തിച്ചു, ഇത് കർത്താവ് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്നെ കർത്താവ് സൗഖ്യമാക്കുന്ന കാര്യമാണ്. ഇനി ഞാൻ എന്തായാലും മരുന്നും കഴിക്കാൻ പോണില്ല, ബെൽറ്റ് വിടാൻ പോണില്ല എന്ന് ഹൃദയത്തിൽ അങ്ങ് ഉറച്ച്, എന്താ പറയുക, ഒരു വാശിക്കൊരു തീരുമാനം അങ്ങ് എടുത്തു. എന്താ സംഭവിച്ചെന്നറിയോ ബ്രദറെ? കഴിഞ്ഞ ജൂലൈ മാസത്തിലെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് ഈ അമ്മ മരുന്നും കഴിച്ചിട്ടില്ല, ബെൽറ്റും ഇട്ടിട്ടില്ല. ചുമ്മാ വാശിയല്ല, ഇപ്പോൾ അങ്ങനെ ഒരു വേദന അവിടെ വന്നിട്ടേ ഇല്ല. കഴിഞ്ഞ 7 മാസമായി നടുവിന് ഒരു പ്രശ്നവുമില്ലാതെ എല്ലാ ജോലികളും സമയത്ത് ചെയ്യുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. ഇന്നും ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാം കാണുന്നതിന് ഒരു മുടക്കവും വരുത്തിയിട്ടുമില്ല. ശരിയാണോ അമ്മ? ഇതൊക്കെ ശരിയാണ്. ഇപ്പൊ ആ സൗഖ്യമുണ്ട്, പൂർണ്ണമായിട്ട് സൗഖ്യമുണ്ട്. പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കർത്താവ് തന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ആ യേശു ഇന്ന് ഇവിടെ ഉണ്ടെന്ന്? ബ്ലെസ്സിങ് ടുഡേയിൽ ആ ഒരു പ്രോഗ്രാമിൻ്റെ സമയത്ത് മാത്രമല്ല, ഇന്നിവിടെ കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തിയാൽ, കർത്താവെ ഈ അമ്മയോട് ചേർന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, എത്രയോ പേർ വേദനകളിലൂടെ ദിവസം തോറും പ്രയാസങ്ങളിലൂടെ പോകുന്നു. ദൈനംദിന ജീവിതം തള്ളി നീക്കുന്ന എത്രയോ പേരുണ്ട്. ഈ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഇന്നിവിടെ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. ആർത്രൈറ്റിസോ ഏതെങ്കിലും മറ്റു രീതിയിലുള്ള വാതരോഗങ്ങളോ സ്പോണ്ടിലൈറ്റിസോ ഏത് രോഗമായിരുന്നാലും കർത്താവെ സൗഖ്യമാക്കുവാൻ നീ നല്ല ഡോക്ടറാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ തന്നെ അത്ഭുതകരമായ രോഗസൗഖ്യം ഈ ഇരിക്കുന്ന ജനക്കൂട്ടത്തിനിടയിലും ഈ സാക്ഷ്യം കാണുന്നവരിലും ഇപ്പോൾ അത് നടക്കാൻ തുടങ്ങട്ടെ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി എന്നോട് പറയുന്നു, TB രോഗം, ക്ഷയരോഗം കർത്താവ് സൗഖ്യമാക്കുന്നു. വിവിധ രീതിയിലുള്ള TB രോഗമുണ്ട്, പക്ഷേ ഇന്ന് കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് ഒരു വ്യക്തി, ഇത് കാണുന്നൊരു വ്യക്തി, നിങ്ങളുടെ ഈ TB രോഗത്തിൻ്റെ പ്രശ്നം നിമിത്തം നിങ്ങൾ മെഡിക്കൽ പാസ്സാകുന്നില്ല, എന്നാൽ ഇന്ന് കർത്താവ് രോഗസൗഖ്യം നൽകുന്നു. അടുത്ത ടെസ്റ്റിൽ നിങ്ങളത് പാസ്സായിരിക്കും. അതുപോലൊരു വിടുതൽ അവിടെ നടക്കുകയാണ്. താങ്ക് യു ജീസസ്. വായി തുറന്ന് എല്ലാവരും ദൈവത്തെ ഇപ്പോൾ സ്തുതിക്കാൻ തുടങ്ങുക. കാരണം ആത്മാവിൽ എനിക്കറിയാം ശക്തിയേറിയ അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നുണ്ട്. ജോയിന്റുകൾ ഫ്രീ ആകുന്നു. സന്ധികളിൽ വേദനയുള്ള ചില വ്യക്തികൾ, വിരലിൽ വരെ ജോയിന്റുകളിൽ വേദനയുള്ള ചില വ്യക്തികൾ ശരീരത്തിലൂടെ ഒരു ഷിവറിംഗ് പോലെ, വിറയൽ പോലെ പാസ് ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ആ വേദനകൾ മാറുകയാണ്, വ്യത്യാസങ്ങൾ വരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഏത് രോഗമായിരുന്നാലും ദൈവിക രോഗ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. താങ്ക് യു ഫാദർ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു അമ്മ. Titus 3:4 says, but when the kindness and love of God our Savior appeared, He saved us not because of righteous things we had done, but because of His mercy.
തീത്തോസ് 3 അതിൻ്റെ 4-ാമത്തെ വചനം. എന്നാൽ നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മനസ്സലിവും സ്നേഹവും വെളിപ്പെട്ടപ്പോൾ നാം ചെയ്ത നീതിപ്രവർത്തികളാൽ അല്ല, അവിടുത്തെ കരുണയാൽ തന്നെ. Because of his mercy, because of his grace, he saved us. ഓർക്കുക, അവന്റെ കരുണയാൽ, അവന്റെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. He saved us through the washing of rebirth and renewal of the Holy Spirit. 6-ാമത്തെ വചനത്തിൽ പുനർജനന സ്നാനത്താലും പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചു. God has mercy on you. ദൈവത്തിന് നിങ്ങളോട് കരുണയുണ്ട്. And he wants to wash away all the dirt from your life. നിങ്ങളുടെ ജീവിതത്തിലെ സകല അഴുക്കും കഴുകി മാറ്റിക്കളയാൻ അവൻ ആഗ്രഹിക്കുന്നു. All the dirt in your thoughts. നിങ്ങളുടെ ചിന്തയിലുള്ള സകല അഴുക്കും. All the dirt in your soul. നിങ്ങളുടെ ആത്മാവിലുള്ള സകല കന്മഷവും. All the dirt in your body. നിങ്ങളുടെ ശരീരത്തിലെ സകല അഴുക്ക്. All the dirt in your spirit. നിങ്ങളുടെ ആത്മാവിലുള്ള സകല അഴുക്ക്. All the dirt in your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അഴുക്ക്. God wants to wash them away and God wants to give you a newness in your life. ഓർക്കുക, ദൈവം അതിനെ മുഴുവൻ കഴുകി മാറ്റി നിങ്ങളെ വൃത്തിയാക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കം നൽകുവാനായി അവൻ ആഗ്രഹിക്കുന്നു. Even without your knowledge, that is happening here. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അകത്ത് ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. Because you are facing a lot of problems in your life. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇന്ന് പല പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. You are facing negative situations in your life. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവായ ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുകയാണ്. And there are so much filth and dirt in this world. അപ്പോൾ തന്നെ ഒത്തിരി കളങ്കങ്ങളും അതുപോലെ അഴുക്കുകളും പിരണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. And you are living in this flesh. നിങ്ങൾ ഈ ശരീരത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. There are so many chances for you to get dirty again and again. ഈ അഴുക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ അഴുക്ക് പിരളാനുള്ള ധാരാളമായ സാധ്യതകൾ നിങ്ങൾക്കുമുണ്ട്. There are a lot of sinful nature in you. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പാപത്തിന്റെ സ്വഭാവങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. God is a faithful God. എന്നാൽ ദൈവം എന്നുള്ളത് ഒരു വിശ്വസ്തനായ God is a ദൈവമാണ്. merciful God. ദൈവം വിശ്വസ്തനായ കരുണയുടെ ദൈവമാണ്. He is a kind God. അവൻ നമ്മോട് ദയയുള്ള ദൈവമാണ്. He is a long suffering God. അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ്. He is a merciful God. അവൻ കരുണാസമ്പന്നനായ He is full of ദൈവമാണ്. grace. അവൻ കൃപ കൊണ്ട് കരുണ കൊണ്ട് നിറഞ്ഞവനാണ്. Whenever we run to him, നിങ്ങൾ എപ്പോഴൊക്കെ അവന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമോ he will just embrace you അവൻ നിന്നെ കെട്ടിപ്പുണരും and wash you again. എന്നിട്ട് അവൻ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കും. Give you more freshness in your life. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ നല്ല പുതുക്കങ്ങൾ നൽകി തരും. If you always pray to God, നിങ്ങൾ എല്ലായ്പ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, if you always communicate with him, അവനോട് എല്ലായ്പ്പോഴും ആശയ വിനിമയം if നടത്തുകയാണെങ്കിൽ, you always associate with this God, എല്ലായ്പ്പോഴും അവനോട് ഒരു കൂട്ടായ്മ ബന്ധം നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ, again and again he will give you renewal. വീണ്ടും വീണ്ടും അവൻ നിങ്ങൾക്ക് പുതുക്കം നൽകി തരും. Verse number 6, whom he poured out on us generously through Jesus Christ our Savior. Renewal by the Holy Spirit, whom he poured out on us generously through Jesus Christ our Savior. പുനർജനന സ്നാനത്താലും Yeah. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചു. This renewal is coming through the Holy Spirit. ഈ നവീകരണം വരുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. Look at me. ദയവായി എന്നെ ശ്രദ്ധിക്കാമോ? All look at me. ദയവായി ശ്രദ്ധിച്ചാലും. Blessing today, this ministry is from the Holy Spirit. ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള ഈ ഒരു ശുശ്രൂഷകൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. This is not my ministry. അത് എൻ്റെ ശുശ്രൂഷയല്ല. I am not the one who is working in this ministry, ഈ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഞാനല്ല, but it is the Holy Spirit. എന്നാൽ ഇത് പരിശുദ്ധാത്മാവാണ്. The one who performs miracles and healings are not me, but the Holy Spirit. എന്നാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വ്യക്തി ഒരിക്കലും ഞാനല്ല, അത് പരിശുദ്ധാത്മാവിലൂടെയാണ് സംഭവിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. When the Holy Spirit comes to our life, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ he presses the refresh button. അവൻ നമ്മുടെ പുതുക്കത്തിന്റെ സ്വിച്ച് ഓൺ ചെയ്യുകയാണ്.
Hallelujah. Hallelujah. And we are refreshed. അപ്പോൾ നാം പുതുക്കമുള്ളവരായി മാറുന്നു. That's why the Holy Spirit says, through the renewal അതുകൊണ്ടാണ് of the Holy Spirit, whom He poured out on us generously through Jesus Christ our Savior. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താലും പുനർജനന സ്നാനത്താലും അവിടുന്ന് നമ്മെ രക്ഷിച്ചിരിക്കുന്നു. Shout hallelujah. Hallelujah. One more hallelujah. Hallelujah. Romans chapter 12. റോമർക്ക് എഴുതിയ ലേഖനം ഇനി 12-ാം അധ്യായത്തിലേക്ക് വന്നാൽ Verse number 2. അതിന്റെ 2-ാമത്തെ വചനം. Do not conform to the pattern of this world, but be transformed by the renewing of your mind. ഈ ലോക വ്യവസ്ഥയ്ക്ക് അനുരൂപരാകാതെ മനസ്സിന്റെ പുതുക്കത്തിലൂടെ നിങ്ങൾ രൂപാന്തരപ്പെടുവീൻ. Hallelujah. Hallelujah. The world is always changing. നോക്കുക, ലോകം എല്ലായ്പ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. If I compare today's world with the world I saw when I was a boy, it is totally different. ഞാനൊരു ബാലകനായിരുന്ന സമയത്ത് ഞാൻ കണ്ട ലോകത്തെക്കാളും ഇന്നത്തെ ലോകത്തിന് ഒത്തിരിയേറെ മാറ്റങ്ങൾ ഭവിച്ചിട്ടുണ്ട്. Hallelujah. Hallelujah. When the Holy Spirit comes to our lives, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ He can give us transformation. അവൻ നമ്മുടെ ജീവിതത്തെ രൂപാന്തരം നൽകുകയാണ്. Not simply a change, you will be completely transformed. ഒരു ചുമ്മാ ഒരു മാറ്റമല്ല, പകരം പൂർണ്ണമായ ഒരു രൂപാന്തരം, ഒരു മാറ്റം This is നൽകുകയാണ്. happening through the renewal of our mind. ഇത് സംഭവിക്കുന്നത് മനസ്സിന്റെ പുതുക്കത്തിലൂടെയാണ്. Hallelujah. Hallelujah. How many of you want that kind of a ഇങ്ങനെ transformation? മനസ്സിന്റെ പുതുക്കത്തിലൂടെയുള്ള രൂപാന്തരം വേണമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? അവരുടെ ഒരു ഹാലലുയ കേൾക്കട്ടെ. Many people in this planet, they hate themselves. ഓർക്കുക, ഈ ഭൂമിയിലുള്ള ഒത്തിരി ആളുകൾക്കും തങ്ങളെ തന്നെ വെറുപ്പാണ്. They don't like their own character. അവരുടേതായ സ്വഭാവത്തെ അവർക്ക് തന്നെ പിടിക്കുന്നില്ല. They don't like their own nature. അവർക്ക് തന്നെ അവരുടെ സ്വഭാവത്തെ പിടിക്കുന്നില്ല. What is the solution? എന്താണ് അതിനൊരു പരിഹാര മാർഗം? Turn to the Holy Spirit. പരിശുദ്ധാത്മാവിലേക്ക് തിരിയുക. Somebody shout hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Colossians chapter number 3. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം Verse number 10. അതിന്റെ 10-ാമത്തെ വചനം. And have put on the new self, which is being renewed in knowledge in the image of its creator. തന്റെ സൃഷ്ടാവിന്റെ പ്രതിരൂപത്തിൽ പരിജ്ഞാന പ്രകാരം പുതുക്കം പ്രാപിച്ച പുതുമനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. Meaning, God will help us to put on a new self. അതിന്റെ അർത്ഥം ഇതാണ്, പുതിയ ഒരു മനുഷ്യനെ ധരിക്കുവാനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു. God is forming a new personality, a new self inside of you. ഓർക്കുക, ദൈവം നിങ്ങളുടെ അകത്ത് ഒരു പുതിയ വ്യക്തിയെ, ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നു. This is happening through the renewal in knowledge in the image of its creator. ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തന്റെ സൃഷ്ടാവിന്റെ പ്രതിരൂപത്തിൽ പരിജ്ഞാന പ്രകാരം പുതുക്കം പ്രാപിക്കുന്നതിലൂടെയാണ്. When we study the word more and more, ദൈവത്തിന്റെ വചനം നാം കൂടുതലായി പഠിക്കുമ്പോൾ we will have more knowledge about the image of our creator. നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് കൂടുതൽ അറിവുള്ളവരായിട്ട്, ജ്ഞാനമുള്ളവരായിട്ട് നമ്മൾ മാറുകയാണ്. In the beginning, when God created the heavens and the earth, and when God created man, He created him in the image and likeness of his creator. ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച സമയത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലുമായിട്ടാണ് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. But over the centuries, man has
God drifted away from his creator. എന്നാൽ നൂറ്റാണ്ടുകൾ കഴിയും തോറും മനുഷ്യൻ സൃഷ്ടാവിൽ നിന്ന് അകന്ന് അകന്ന് ജീവിക്കുന്നവരായി മാറിക്കൊണ്ടിരുന്നു. Now we have to come all the way back. ഇനി ഇപ്പോൾ നമ്മളെല്ലാം പഴയതിൽ നിന്ന് തിരികെ വരണം. Hallelujah. Hallelujah. God sent his son Jesus into this world. ഈ ഭൂമിയിലേക്ക് ദൈവം തന്റെ ഏകപുത്രനായ യേശുവിനെ That അയച്ചു. was to give us a role model. അവൻ നമുക്കൊരു മാതൃകാ പുരുഷനായിട്ട് അയച്ചു. Now we have to change into the image of Christ. ഇപ്പോൾ നാം ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് ഇനിയിപ്പോൾ നാം എല്ലാവരും രൂപാന്തരപ്പെടാനിരിക്കുന്നു. We have to walk back. നമ്മൾ ഇനി പുറകിലേക്ക് നടന്നെത്തണം. We have to reach the original image and likeness. അങ്ങനെ നാം ദൈവത്തിന്റെ ശരിയായ സാദൃശ്യത്തിലേക്ക് നാം എത്തിച്ചേരണം. All this is possible through the help of the Holy Spirit, whom God sent to live inside of us, to change into that transformation. ഓർക്കുക, ഇതെല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ സാദൃശ്യത്തിലൊക്കെ ജീവിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ സാധ്യമാകുമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിലൂടെ അത് നമുക്ക് സാധ്യമായി തീരും. ഇനി പ്രാർത്ഥനയുടെ സമയമാണ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കണം, എല്ലാ രോഗങ്ങൾക്കും കർത്താവ് മതിയായവനാണ്. യേശു ക്രിസ്തു മതിയായവനാണ്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലായിരിക്കാം, യേശുവിനോട് ഒരുപക്ഷെ പ്രാർത്ഥിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ചെറിയ ശബ്ദത്തിൽ യേശുവേ യേശുവേ എന്ന് മന്ത്രിച്ചു കൊണ്ടിരുന്നാലും അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാനായി പോവുകയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കട്ടെ കർത്താവെ. ആത്മീകമായ ചില നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇപ്പോൾ ആത്മീകമായ ചില നന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരട്ടെ. പ്രാർത്ഥിക്കാൻ മടിയുള്ള ചിലർക്ക് പ്രാർത്ഥിക്കാനുള്ള വരം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത ചില വ്യക്തികൾക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം കർത്താവ് നൽകിയാണ്. നിങ്ങളുടെ വീടിന് തൊട്ടരികിൽ അതുപോലെ ചില പ്രവർത്തനങ്ങൾ വന്ന് ചേരുവാനായിട്ട് പോവുകയാണ്. താങ്ക് യു ജീസസ്. കർത്താവെ, അതുപോലെ അത്ഭുതങ്ങൾ തന്നെ ഈ കുടുംബത്തിന് വേണ്ടി അങ്ങ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വല്ലാത്ത വഴക്ക് കേട്ടിട്ട് വല്ലാതെ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആരൊക്കെയോ നിങ്ങളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. വല്ലാത്ത വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ മഷി ബ്ലോട്ടിംഗ് പേപ്പർ വലിച്ചെടുക്കുന്നത് പോലെ നിങ്ങളുടെ ആ വേദനകളും നിങ്ങളുടെ ആ ഭാരങ്ങളും യേശു കർത്താവ് ഇപ്പോൾ എടുത്തുകൊണ്ടുപോവുകയാണ്. കർത്താവ്, ഇപ്പോൾ ആ ഹൃദയത്തിൽ കിടക്കുന്ന ആ വേദനകൾ മുഴുവൻ ഇപ്പോൾ തന്നെ അങ്ങ് എടുത്തുകൊണ്ടു പോകണമേ കർത്താവെ. അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരം അങ്ങ് വെളിപ്പെടുത്തണമേന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവ്, അങ്ങനെ അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ. അതുപോലെ ചില രോഗികളെ കൂടെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. കൈകൾ ഉയർത്താൻ സാധിക്കാത്ത ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൈകൾ ഉയർത്താനായി തുടങ്ങിയാണ്. ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അസ്ഥിക്ക് ഏറ്റിട്ടുള്ള ചില പ്രഹരങ്ങൾ, അസ്ഥിക്ക് ഏറ്റിട്ടുള്ള ചില ആഘാതങ്ങൾ ഇപ്പോൾ അത് മാറിപ്പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അതിനെ തുടർന്നുള്ള വേദനകളും പ്രശ്നങ്ങളും ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ചില വ്യക്തികൾക്ക് കർത്താവ് അത്ഭുതകരമായി കുഞ്ഞുങ്ങളെ ഇപ്പോൾ നൽകാനായി പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതങ്ങൾ അവരായിരിക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് മാത്രമല്ല കർത്താവെ, ആഴ്ചകൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ അത്ഭുതത്തിൻ്റെ റിസൾട്ട് അവർ കാണട്ടെ എന്നുകൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. ഒരു വല്ലാത്ത പ്രകൃതിക്ഷോഭ നിമിത്തമായിട്ട് ഭവനം നഷ്ടപ്പെട്ടു പോയിട്ട് ഇതുവരെ ഒരു പുതിയ ഭവനം നിങ്ങൾക്ക് ലഭിക്കുകയോ അത് പണിയുവാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ കർത്താവ് അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ ഇവർക്ക് വേണ്ടി സംഭവിക്കട്ടെ. ഇവരുടെ പേപ്പറുകൾ കർത്താവെ മറ്റ് എല്ലാ ഓഫീസുകളിലും വേഗത്തിൽ ചലിക്കട്ടെ. വേഗത്തിൽ അതിനുള്ള ചില മറുപടികൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, പ്രത്യേകിച്ച് ഗവൺമെൻറ് സർവീസിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, ഇപ്പോൾ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കുകയാണ്. പല റാങ്ക് ലിസ്റ്റിലുള്ള പലരെയും തള്ളിക്കൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. കർത്താവെ,
ഇപ്പോൾ തന്നെ ഈ ഓരോ വ്യക്തികളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരെ ഇപ്പോൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ബ്രദർ ഡാമിൻ എഴുതിയിട്ടുള്ള ആശിഷമാരി എന്ന് പറയുന്ന പുസ്തകം വളരെ മനോഹരമായ പുസ്തകമാണ്. ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനാ ഡയറി, ഇത് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ സെർമൺ നോട്ട് കീപ്പർ, ബ്രദർ ഡാമിൻ പ്രത്യേകമായിട്ട് ദൈവിക സന്ദേശങ്ങൾ എഴുതി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള പുസ്തകമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സെലിബ്രേറ്റ് ജീസസ് എന്ന് പറയുന്ന പേരിൽ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിലുള്ള നമ്മുടെ കൊയർ, നമ്മുടെ കുട്ടികൾ തന്നെ പാടിയിട്ടുള്ള ഗാനങ്ങളാണ്. വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ, 55ഓളം ഗാനങ്ങളാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒടുവിലായി ഒരു പുസ്തകം കൂടെ, വിന്നേഴ്സ് ഫാക്ടറി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകം. സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി വിളിക്കുക, ആവശ്യപ്പെടുക. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയച്ചു നൽകുന്നതായിരിക്കും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂർ ഇന്ന് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സിൽ തന്നെ കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. നാളെ തിരുവല്ലയിലാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിക്കുമെന്നുള്ള വിശ്വാസത്തോടെ കടന്നു വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ വീണ്ടും കാണാം. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: അനാക്യ മല്ലന്മാർ പാർത്തിരുന്നത് എവിടെയാണ്? Where were the descendants of Anakias living in? Options: A. Tabera, B. Hebron, C. Kadesh, D. Misraim. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.